നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളഞ്ഞിട്ട് വീഴ്ത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോഴിതാ റിപ്പോർട്ടറിന് താഴിട്ടുകൊണ്ടാണ് സർക്കാരിൻ്റെ നീക്കം. അർജന്റീനൻ ഫുട്ബോൾ ടീമും മെസ്സിയും കേരളം സന്ദർശിക്കുമെന്ന ഒരു പൊതുപ്രതീതി പടർത്തി വലിയ തട്ടിപ്പാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിൻ്റെ ഒരു റിപ്പോർട്ട്, അടിമുടി കേരളത്തെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് എൻ പ്രശാന്ത് സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന് പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങളും ചാനലുകളും കട്ടയ്ക്ക് റിപ്പോർട്ടർ ടിവിക്കെതിരെ നിൽക്കുന്നു. മുൻ സർക്കാരിലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും മുൻ മുഖ്യമന്ത്രിയുമടക്കം ഇപ്പോൾ പ്രതിപ്പട്ടികയിലേക്ക്. ഇഡിയും ആദായനികുതി വകുപ്പും ഈ കേസന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ. കഴിഞ്ഞ സർക്കാരിലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും സംഘവും സ്പെയിനിലെ മാഡ്രിഡിലേക്ക് നടത്തിയ ഒരു ഔദ്യോഗിക യാത്ര 13 ലക്ഷത്തിൽ പരം രൂപയാണ് ഖജനാവിൽ നിന്ന് തുലച്ചത്. പബ്ലിക് ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തിയ ഈ യാത്ര ഏറെ ദുരൂഹമാണ്. ഈ യാത്രയെ തുടർന്നാണ് തട്ടിപ്പുകളുടെ ചുരുൾ പിന്നീട് നിവരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണമാണ് എൻ പ്രശാന്ത് നടത്തിയത്. എന്നാൽ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി ക്ഷണിച്ചതിൻ്റെ ഒറിജിനൽ ലെറ്ററോ പൂർണ്ണമായ ഇമെയിലോ ഇതുവരെ ലഭ്യമല്ല. സ്പോർട്സ് ഡയറക്ടറുടെ ഒരു കത്തിനെ മാത്രം ആസ്പദമാക്കിയാണ് ഇവരുടെ സ്പെയിൻ യാത്ര. പാബ്ലോ ജെ ഡയാസ് എന്ന വ്യക്തി അയച്ച കേവലമൊരു ഇമെയിൽ റഫറൻസ് മാത്രമാണ് ഈ കത്തിലുള്ളത്. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡോ വിദേശ പ്രതിനിധികളുടെ പദവികളോ അജണ്ടയോ ചർച്ച നടന്ന വേദിയോ ഫയലിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. സർക്കാരിൻ്റെ പണം വിനിയോഗിക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന സാമ്പത്തിക നിബന്ധനകൾ കാറ്റിൽ പറത്തിയിരിക്കുന്നു. വി അബ്ദുറഹ്മാൻ്റെ മാഡ്രിഡ് യാത്ര മാത്രമല്ല, പിന്നീട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് വേണ്ടി സർക്കാർ നടത്തിയ നിരവധി കള്ളക്കളികൾ. യാത്രയ്ക്ക് ശേഷം തിരികെ കേരളത്തിലെത്തിയതിനു ശേഷം ഔദ്യോഗിക ടൂർ വിവരങ്ങൾ നൽകിയിട്ടില്ല. ഔദ്യോഗിക ടൂർ റിപ്പോർട്ട് ഫയലിൽ ഇപ്പോൾ ലഭ്യമല്ല. മാഡ്രിഡിൽ വെച്ച് നടന്ന ചർച്ചകളുടെ ഒഫീഷ്യൽ മിനിറ്റ്സോ പങ്കെടുത്ത വിദേശ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളോ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകിയ വാഗ്ദാനമോ ഒന്നും ഫയലിൽ എഴുതിയിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് യാതൊരുവിധ തെളിവുകളുമില്ല. വിദേശ മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്നിവയിൽ നിന്നുള്ള ക്ലിയറൻസുകളിലും അവ്യക്തതകൾ നിലനിൽക്കുന്നു. സ്പെയിനിലേക്കുള്ള അബ്ദുറഹ്മാന്റെ യാത്ര, അതിനു പിന്നാലെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് സ്പോൺസർഷിപ്പ് നൽകാനുള്ള തിടുക്കപ്പെട്ട തീരുമാനം. സ്പെയിൻ യാത്രയിൽ വെച്ച് റിപ്പോർട്ടർ ചാനലിനെ ഇത്തരമൊരു സ്പോൺസറായി നിയോഗിക്കാനുള്ള തീരുമാനമെടുത്തതാര്? പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ അനാവശ്യ തിടുക്കം കാട്ടി എന്ന് വ്യക്തമാക്കുന്ന രേഖകളും ഇപ്പോൾ പുറത്തുവരുന്നു. സ്പെയിൻ യാത്രയിൽ വെച്ച് തന്നെ RBCയെ സ്പോൺസറായി നിശ്ചയിക്കാൻ വാക്കാൽ ധാരണയുണ്ടായി എന്ന് വേണം കണക്കുകൂട്ടാൻ. കേരള ഗോൾഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ നേതാക്കളുമായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗങ്ങളും മാഡ്രിഡ് യാത്രയ്ക്ക് ശേഷമായിരുന്നു. വ്യാപക പണപ്പിരിവിന് സർക്കാർ നേതൃത്വത്തിലുള്ള ശ്രമം നടന്നുവെന്ന് വ്യക്തം. പൊതുഖജനാവിൽ നിന്നും പണം ചെലവഴിച്ച് നടത്തിയ ഒരു വിദേശയാത്രയുടെ വിവരങ്ങൾ മറച്ചുവെച്ചത് നിയമപരമായ അന്വേഷണത്തിലേക്കെത്തും. ഈ യാത്രയിലൂടെ സംസ്ഥാന സർക്കാരിന് എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞ സർക്കാരിന് കഴിയില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെയുള്ള യാത്ര, വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്താനുള്ള അണിയറ ഒരുക്കമായിരുന്നു ഈ യാത്രയ്ക്ക് പിന്നിൽ. മെസ്സിയുടെ പേരിൽ കേരളത്തിൽ വലിയ വെട്ടിപ്പ് നടന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഈ വലിയ തട്ടിപ്പ് വളരെ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ UDF സർക്കാർ നിയമപരമായ നടപടികളിലേക്ക് എത്തിക്കുന്നത്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനെ അന്വേഷണം ഏൽപ്പിക്കുന്നു. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്ത എൻ പ്രശാന്ത് അതിശക്തമായ ഒരു അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നു. മുഖ്യമന്ത്രി VD സതീശനും കായിക മന്ത്രി OJ ജനീഷുമൊക്കെ കട്ടയ്ക്ക് നിൽക്കുന്നു. മറുവശത്ത് കേരളത്തിലെ മാധ്യമ ലോകത്തെ ഒരുമിച്ച് തങ്ങൾക്കൊപ്പം നിർത്താനും ഈ സംഭവത്തിൽ കേരള സർക്കാരിന് കഴിഞ്ഞു. മുൻ മുഖ്യമന്ത്രി, മുൻ കായിക മന്ത്രി, മുൻ ചീഫ് സെക്രട്ടറി എന്നിവരുടെ മാത്രം നിയന്ത്രണത്തിലായിരുന്നു അന്ന് തട്ടിപ്പിനുള്ള കളമൊരുക്കൽ. ഒരു സ്വകാര്യ കമ്പനി നടത്തുന്ന പരിപാടിക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ച. സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തമുണ്ട് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ചിലരുടെ ലക്ഷ്യം. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് മത്സരത്തിൻ്റെ ഔദ്യോഗിക സ്പോൺസർഷിപ്പ് നൽകിയ നടപടി സർക്കാരിൻ്റെ സ്റ്റോർ പർച്ചേസ് മാനുവലിൻ്റെയും പൊതു ലേല ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണ്.
ഇക്കാര്യവും പ്രശാന്തിൻ്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. പൊതുവിഭവങ്ങളും സർക്കാരിൻ്റെ ബ്രാൻഡ് വാല്യൂവും ഉപയോഗിച്ച് ഒരു സ്വകാര്യ കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ വാണിജ്യ ലാഭമൊരുക്കാനുള്ള അവസരമൊരുക്കുകയായിരുന്നു ഒരു വശത്ത്. മറുവശത്ത് വിദേശത്തേക്ക് നടത്തിയ വലിയ കള്ളപ്പണ ഇടപാട്, ഒരു മന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഓഫീസുകളിൽ നടന്ന വാക്കാൽ ചർച്ചകൾ, അതിലപ്പുറം മന്ത്രിയുടെ നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സ്പോൺസറായി നിയമിക്കും? ടിക്കറ്റിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്, മെർച്ചൻഡൈസിംഗ്, ഇൻ സ്റ്റേഡിയം ബ്രാൻഡിംഗ് എന്നിവയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം പോലും സർക്കാരിലേക്കോ സ്പോർട്സ് കേരള ഫൗണ്ടേഷനിലേക്കോ നൽകാൻ ഒരു വ്യവസ്ഥ പോലും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ചുരുക്കത്തിൽ മുഴുവൻ ലാഭവും റിപ്പോർട്ടർ കമ്പനിക്ക് ചെന്നെത്തുന്ന വിധമായിരുന്നു സർക്കാർ ഈ ഗൂഢതന്ത്രം മെനഞ്ഞത്. മറുവശത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പേരും ഔദ്യോഗിക സംവിധാനങ്ങളും ഉപയോഗിച്ച് വൻകിട വ്യാപാരികളിൽ നിന്നും സ്പോൺസർഷിപ്പ് തുക പിരിക്കാനുള്ള സംവിധാനവും സർക്കാർ ഒരുക്കിക്കൊടുത്തു. $15 ബില്യൺ കൈമാറിയതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം എൻ പ്രശാന്തിൻ്റെ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം അനിവാര്യമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കായിക വകുപ്പിന്റെ ഉദ്യോഗസ്ഥരായിരുന്നില്ല തീരുമാനങ്ങൾ എടുത്തത്. മുൻ മുഖ്യമന്ത്രി, കായിക മന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവർ യോഗങ്ങൾ നിയന്ത്രിച്ചു. പല തീരുമാനങ്ങളും കായിക മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് വെറും കുറിപ്പുകളായി മാത്രം നൽകി. ഇവർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര സർക്കാർ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. നിയമവകുപ്പുകളുടെ വ്യക്തമായ പരിശോധന ഇതിലുണ്ടായില്ല. സ്പോൺസർക്ക് വാണിജ്യ നേട്ടമുണ്ടാക്കാൻ സർവ്വ സർക്കാർ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്തു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്നുള്ള അന്തിമ അറിയിപ്പോ ലയണൽ മെസ്സിയെ പോലെയുള്ള പ്രമുഖരായ കളിക്കാർ എത്തുന്നത് സംബന്ധിച്ച കരാറോ ഫിഫ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നിവരുടെ മാച്ച് അപ്രൂവലോ ഫയലിലില്ല. കേന്ദ്ര സർക്കാരിൻ്റെ NOC, DPR, ധനവകുപ്പിൻ്റെ മുൻകൂർ അനുമതി, നിയമവകുപ്പിൻ്റെ പരിശോധന ഇതൊന്നും ഫയലിലില്ല. ഇത്തരം നടപടികളൊന്നും അവർ ചെയ്തിട്ടുമില്ല. മന്ത്രിസഭയുടെ അംഗീകാരം പോലും ഇത്തരമൊരു പ്രോഗ്രാമിനുണ്ടായിരുന്നില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. പരിപാടിയുടെ മൊത്തം ചെലവ് 210 കോടി എന്ന് കണക്കാക്കി. വരുമാനമാകട്ടെ 82 കോടി. 128 കോടിയോളം രൂപയുടെ അന്തരം സ്പോൺസർഷിപ്പിലൂടെ പിരിച്ചെടുക്കുമെന്നായിരുന്നു ഈ കരാർ വ്യവസ്ഥ. ടൂർപ്രോഡ് എൻ്റർ LLC എന്ന വിദേശ കമ്പനി വഴി $15 മില്യൺ വിദേശ വിനിമയം നടത്താൻ അനുമതി നൽകിയത് ആവശ്യമായ പരിശോധനകളില്ലാതെ. മത്സരം നടക്കാതിരിക്കുകയും ഈ കമ്പനിയെക്കുറിച്ച് രാജ്യാന്തര മാധ്യമങ്ങളിൽ സാമ്പത്തിക ആരോപണങ്ങൾ ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ED ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണമുണ്ടാകും എന്നാണിപ്പോൾ പുറത്തുവരുന്ന സൂചന. ഒപ്പം ED അന്വേഷണ പരിധിയിലേക്ക് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും കടന്നുവരും. മത്സരം നടക്കുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളുമില്ലാതിരുന്ന സമയത്ത് കല്ലൂർ സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കായി സ്പോൺസർക്ക് കൈമാറി. ഇത് ഗുരുതര വീഴ്ചയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. GCDAയ്ക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ഗുരുതര പിഴവ് സംഭവിച്ചു. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, വാടക, മറ്റ് ചാർജുകൾ, നികുതി എന്നിവ ഒഴിവാക്കിയാണ് സ്പോൺസർക്ക് കല്ലൂർ സ്റ്റേഡിയം സമ്മാനിച്ചത്. വിദേശ വിനിമയ ചട്ടലംഘനം സംബന്ധിച്ച് EDയോ മറ്റ് കേന്ദ്ര ഏജൻസികളോ അന്വേഷണം നടത്തണമെന്നാണ് ഈ റിപ്പോർട്ടിൽ എൻ പ്രശാന്ത് ആവശ്യപ്പെടുന്നത്. നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദായ നികുതി വകുപ്പും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസും പരിശോധിക്കണം. ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസിൽ നിന്ന് സമാഹരിച്ച സ്പോൺസർഷിപ്പ് തുകയെക്കുറിച്ച് വ്യക്തത വരുത്തണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഇത്തരമൊരു പദ്ധതിയുമായി ആദ്യം കടന്നു വന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ തന്നെ ഉപസ്ഥാപനമായ ഗോട്ടാൻ ഗ്ലോബൽ LLP എന്ന സ്ഥാപനത്തിൻ്റെ മൂലധനം എത്രയെന്ന് കണ്ടെത്തണം. ധനസ്രോതസ് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തണം. ഇത്തരം പരിശോധനകൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം എന്നിവർ നടത്തണമെന്നാണ് റിപ്പോർട്ടിൽ പ്രശാന്ത് ഉയർത്തുന്നത്. ആവശ്യമെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും വിഷയത്തിൽ ഇടപെടണം. ചുരുക്കത്തിൽ എല്ലാ അന്വേഷണ ഏജൻസികളും ഒരുമിച്ചെത്തുന്ന കാഴ്ച. ഫുട്ബോളിനെ വൈകാരികമായി സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി വലിയ തട്ടിപ്പിനുള്ള കളമൊരുക്കലാണ് നടന്നതെന്ന് വ്യക്തം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മുൻ കായിക മന്ത്രിയുടെ ഓഫീസ് ഇമെയിൽ അയച്ചിരുന്നു. അതിന് ഔദ്യോഗിക മറുപടി പക്ഷെ ലഭിച്ചില്ല. മത്സരത്തിൻ്റെ പ്രതിഫല കാര്യത്തിലും വലിയ ക്രമക്കേടുകൾ നടന്നു. ആദ്യം 2 മത്സരങ്ങൾക്കായി $7.5 മില്യൺ വീതം നൽകാനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഒരു മത്സരത്തിനായി മാത്രം $15 മില്യൺ എന്ന് രേഖകളിൽ മാറ്റം വരുത്തി.
ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന അമീറ ഐഷ ബീഗം ആരെന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്ന് ഇപ്പോഴത്തെ കായിക മന്ത്രി പറയുന്നു. ഇത് ദുരൂഹമായ ഒരു പേരാണ്. അതിലടക്കം അന്വേഷണം വേണമെന്നും മന്ത്രി ഒ.ജെ. ജനീഷ് ഇപ്പോൾ ആവശ്യപ്പെട്ടു. മെസ്സിയുടെ പേരിൽ കേരളത്തിൽ നടന്ന ഈ വലിയ തട്ടിപ്പിൽ കേരളത്തിലെ മാധ്യമ ലോകം ഒരുമിച്ച് നിൽക്കുന്നു. അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. മറുവശത്ത് ഏറെക്കാലമായി UDF-നെ നേരിട്ട് ആക്രമിച്ച റിപ്പോർട്ടർ TV-ക്കെതിരെ അതിശക്ത നിലപാടുകളാണ് വി.ഡി. സതീശനും കായിക മന്ത്രിയും കൈക്കൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് സർക്കാരിന്റെ നീക്കം. സാധാരണ നിലയിൽ വലിയ പദ്ധതികൾക്ക് സ്പോൺസറെ കണ്ടെത്തുന്നത് പരസ്യം നൽകി ഓപ്പൺ ടെൻഡറിലൂടെയാണ്. എന്നാൽ മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ടെൻഡർ നടപടികളും കേരളത്തിൽ നടന്നില്ല. സ്പോൺസറായ കമ്പനിയുടെ പശ്ചാത്തല പരിശോധന പോലും സർക്കാർ നടത്തിയില്ല. മുട്ടിൽ മരമുറി അടക്കം നിരവധി ആരോപണങ്ങളും കേസുകളും നേരിടുന്ന വ്യക്തികളാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഉടമസ്ഥർ. എല്ലാം വിദേശത്തേക്ക് ഡോളർ കടത്താനുള്ള ഒരു തിരക്കഥ മാത്രമായിരുന്നു എന്ന സംശയം ഈ റിപ്പോർട്ട് ഉയർത്തുന്നുണ്ട്. കള്ളപ്പണ ഇടപാടിനു വേണ്ടി തയ്യാറാക്കിയ ഒരു വലിയ പദ്ധതി. മുട്ടിൽ മരമുറി തട്ടിപ്പ് കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി. രണ്ടാം പ്രതി ജോസുകുട്ടി അഗസ്റ്റിൻ, മൂന്നാം പ്രതി ആന്റോ അഗസ്റ്റിൻ എന്നിവർ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് കോടതിയിൽ നേരിട്ടെത്തി. തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. കീഴടങ്ങിയവർക്കെതിരായ അറസ്റ്റ് വാറണ്ട് പിൻവലിച്ച കോടതി ഇക്കാര്യം പോലീസിനെ അറിയിക്കാൻ നിർദ്ദേശിച്ചു. കീഴടങ്ങിയവർക്ക് ജാമ്യവും കോടതി അനുവദിച്ചു. ഒരു കാര്യം വ്യക്തമാണ്, മെസ്സിയുടെ പേരിൽ നടന്ന ഈ വൻ തട്ടിപ്പിൽ അതിശക്തമായ അന്വേഷണത്തിനുള്ള കള്ളമൊരുങ്ങുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരുമിച്ച് കേരളത്തിലേക്ക് എത്തുമെന്ന സൂചന അതിശക്തം. എന്തായാലും മുട്ടിൽ മരമുറിയിൽ നിന്ന് രക്ഷപ്പെട്ട ആൻഡ്രോ ബ്രദേഴ്സ് ഇപ്പോഴിതാ മെസ്സി തട്ടിപ്പിൽ കുടുങ്ങുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.